ഫസ്റ്റിലെയും സെക്കൻഡിലെയും പോലത്തെ ഭയങ്കരമായ കളികളും ഭയങ്കരമായ ഇതും പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ചിലപ്പോൾ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും. എവിടെ അതിനുള്ള ധൈര്യമൊന്നുമില്ല. ചമ്മണോ വെറുതെ ചോദിച്ചിട്ട് ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ദൃശ്യം 3. എനിക്ക് നമ്മുടെ വലതുവശത്തെ കള്ളന്റെ ചെറിയ കറക്ഷൻ ഉണ്ടായിരുന്നു, എന്നാ പോലും നമ്മൾ അകത്തേക്ക് കയറ്റൂല. ഞാനും ദൂരം ഡബ് ചെയ്യാൻ പോയിട്ട് അപ്പുറത്തെ ദൃശ്യം 3 ഡബ് നടക്കുന്നുണ്ട്. നീ പോക്കോ ചേട്ടാ, ഇത് എങ്ങോട്ടാ പോകുന്നത്? എല്ലാവർക്കും ഭയങ്കര ക്യൂരിയസ് ആണ്. ഞങ്ങളൊരു ഗ്രിൽ ചിക്കൻ ഒക്കെ ഉണ്ടാക്കണ ഒരു BTS കണ്ടിട്ടുണ്ടായിരുന്നു. ഗ്രിൽ ചിക്കനും മറ്റേ ലിക്കറും ഒക്കെ എടുത്ത് വെച്ച് അവിടെ നിന്നപ്പോൾ ഏതായാലും തണുപ്പാ, പിന്നെ ഒരെണ്ണം എടുത്ത് അടിച്ചേക്കാന്ന് പറഞ്ഞ് നമ്മളും എടുത്തങ്ങ് കഴിക്കും. എല്ലാവരും ചോദിച്ചു ജിത്തു കള്ളു നമ്മൾ 2 ഒക്കെ പഠിക്കും. നമ്മൾ ബാറിൽ ചെന്ന് അവിടെ ഒരാളെ കാണുമ്പോൾ ഇങ്ങനെ നമ്മൾ ഏതാണ്ട് വലിയ ഘോര ഭാവം ചെയ്യാനായിട്ട് ചെന്നിരിക്കുന്ന പോലെ. ഏറ്റവും വലിയ സാധനം നൈറ്റ് ഷൂട്ട് 2 മണി വരെ ഉള്ളൂ എന്നുള്ളതാണ്. എന്റെ വിചാരം ഞാൻ ആവശ്യത്തിനൊന്നും ചെയ്യുന്നില്ല എന്നാണ്. ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ, നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനില്ലേ. അത്യാവശ്യം മടി ഭയങ്കരമായിരിക്കും അല്ലേ. ഇപ്പൊ ഡയറ്റ് നീയൊക്കെ എന്തിനാണ് ഡയറ്റ് ചെയ്യണത്? ഞാൻ മറ്റേ അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് മെലിയാനും തടിക്കാനും ഒക്കെ ആയിട്ട്. തടിക്കാൻ പിന്നെ എനിക്ക് ഒരു വിഷമം. ബുഫയില്ലേ, അതിന്റെ ഇടയിൽ കൂടെ നടന്നാ മതി. ആദ്യം ചെയ്യുമ്പോ പല സ്ഥലത്തും നല്ല ഓവറായിരുന്നു. ദൃശ്യത്തിന് ഒരു ഓൾട്ടർനേറ്റീവ് ക്ലൈമാക്സ് അന്നത് വേറൊക്കെ വേണ്ടി ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ആ ക്ലൈമാക്സിൽ. ഇപ്പൊ ചെയ്യാൻ പോകുന്നത് ഒരുപക്ഷെ നിങ്ങളാരും പ്രതീക്ഷിക്കാത്ത, എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാത്തൊരു ജോണറാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരു ഡ്രീം പ്രോജക്റ്റ്. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അസിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. ജാൻ 30th വലതുവശത്തെ കളം തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വി ഹാവ് ജിത്തു ജോസഫ്, ലെന, ഗോകുൽ ആൻഡ് ഡിനു. സോ 4 പേർക്കും വെൽക്കം. താങ്ക് യു. പുതിയ വർഷം, പുതിയ ജിത്തു ജോസഫ് സിനിമ. ശരിക്കും എന്താ വലതുവശത്തെ കള്ളൻ? എന്താണ് മറ്റേ ത്രില്ലറല്ല, ഒരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണ് ആക്ച്വലി. ഇത് ക്രൈമും ഉണ്ട്, അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചെറിയൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ സാധനമൊക്കെ ഉണ്ട്. പക്ഷേ അതിനകത്ത് വലിയ സസ്പെൻസോ ഇതുമല്ല. അതിനകത്ത് കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷനിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. അതാണ് ഇതിനകത്ത് എന്നോട് ഈ സബ്ജക്റ്റ് പറഞ്ഞപ്പോഴും അതിനകത്തൊരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ബേസിക്കലി ഒരു ഇമോഷണൽ ക്രൈം ഡ്രാമ. ഈ ശരിക്കും വേറൊരു ഡയറക്ടറായിട്ടൊക്കെ റൈറ്ററായിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ദൃശ്യം ഇറങ്ങിയ സമയത്ത് ദൃശ്യം 2 ആ ജോർജ് കുട്ടി എന്ന ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ ക്യാരക്ടർ അതുപോലെ തന്നെ ആയിരിക്കണം, ആ ക്യാരക്ടർ ലോസ്റ്റ് ആകാൻ പാടില്ല എന്നായിരുന്നല്ലോ ഏറ്റവും വലിയ പ്രഷർ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ വേറൊരു റൈറ്റർ വരുമ്പോഴത്തേക്കും ശരിക്കും എങ്ങനെയാ ആ ക്യാരക്ടറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ? റൈറ്ററോടോ അതിനകത്തെ ക്യാരക്ടർ? കാരണം ഇതിനകത്ത് അത് വരുമ്പോൾ ആ ക്യാരക്ടറൈസേഷൻ ചെയ്ത് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ആ ക്യാരക്ടറൈസേഷൻ കൺവിൻസ്ഡ് അല്ല, അല്ലെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒരു ക്യാരക്ടറൈസേഷൻ കൺവിൻസ്ഡ് അല്ല, അല്ലെങ്കിൽ നമ്മളതിനകത്ത് അങ്ങനെയല്ല, നമുക്കത് വേറെ രീതി പിടിക്കണം എന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും റൈറ്ററുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതിനൊരു പുതിയ മുഖമുണ്ടാക്കും. ഇത് എന്നെ സംബന്ധിച്ചോളം ഡിനു അത് ചെയ്തു വന്നപ്പം അത്യാവശ്യം അതൊരു എല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത ഒരു സ്ക്രിപ്റ്റാണ് കൊണ്ടുവന്ന് തന്നത്. അതുകൊണ്ട് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഡിനു എന്ത് രീതിയിൽ ആ ക്യാരക്ടറൈസേഷനെ തന്നു അതിനെ ഞാൻ അതേ രീതിയിൽ അങ്ങ് എടുത്തു, മനസ്സിലാക്കി മുന്നോട്ട് പോയി. അത്രേ ഉള്ളൂ. സെക്കൻഡ് കൊളാബറേഷൻ ആദ്യം കഴിഞ്ഞിട്ടല്ലേ? അല്ല, പിന്നെ ഇതിന്റെ ഇടയിൽ നുണക്കുഴി ചെയ്തു. ശരിക്കും ജിത്തു ജോസഫ് സിനിമയിലേക്ക് വരുമ്പോൾ എന്താ പേഴ്സണൽ ആയിട്ട് എക്സൈറ്റ്മെന്റ്? ഒന്ന് ദാറ്റ് യു ആർ വർക്കിംഗ് വിത്ത്, എന്താ പറയുക, നന്നായിട്ട് ഇൻഡസ്ട്രീനെ മനസ്സിലാക്കിയിട്ടുണ്ട്, ഓഡിയൻസിൻ്റെ പൾസ് അറിയാവുന്ന ഡയറക്ടർ. അതേപോലെ ആക്ടേഴ്സിന് നല്ല ഫ്രീഡം, അവരുടേതായ ഒരു എന്താ പറയുക, ആക്ടേഴ്സിനെ കെയർ ചെയ്യുന്ന ഡയറക്ടർ. ദാറ്റ് യു ഷുഡ് നോട്ട് ഡിസ്റ്റർബ് ആക്ടേഴ്സ്. അവർക്കൊരു ക്രിയേറ്റീവ് ജോബ് ചെയ്യാനുള്ളതാണ്. അവരവരുടെ ഇമോഷൻസും ഒക്കെ വെച്ചിട്ടാണ് അവരുടെ ജോലി. അപ്പോൾ നമ്മൾ അവരെ മാക്സിമം കംഫർട്ടബിളായിട്ട് വെക്കുക. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു സെറ്റ്, വളരെയധികം ടീം ഫീലിംഗ് ഉള്ള, ഒരു ഫാമിലി ഫീലിംഗ് ഉള്ള ഒരു ടീമാണ്. ബിക്കോസ് ബേസിക്കലി ജിത്തു സാറിൻ്റെ കംപ്ലീറ്റ് ഫാമിലി ഇൻവോൾവ് ആണ് ഈ ഫിലിം മേക്കിങ്ങിൽ. അതിൻ്റെ തന്നെ ഒരു സ്പിൽ ഓവറാണ്. എല്ലാവരും എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂ ഒരൊറ്റ ഫാമിലി പോലെ ബിഹേവ് ചെയ്യും. അത് എല്ലാ സെറ്റിലും നമുക്ക് കിട്ടുന്നതല്ല. പിന്നെ ഓഫ് കോഴ്സ് ഹീസ് ഓൾറെഡി എ ഹ്യൂജ് ബ്രാൻഡ്. എവ്രി വൺ വാണ്ട്സ് ടു അസോസിയേറ്റ് വിത്ത് എ ബിഗ് ബ്രാൻഡ്. ആൻഡ് പിന്നെ ഞാൻ സാറിൻ്റെ ഫ്രണ്ടാണെന്ന് പറയില്ല, വി ആർ നോട്ട് ഫ്രണ്ട്സ്, പക്ഷേ ഞാൻ പുള്ളിയുടെ ഫുൾ ഫാമിലി ആയിട്ട് വളരെ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ആ ഒരു കംഫർട്ട് ഫാക്ടർ ഉണ്ട്. അപ്പോൾ അത് ഇപ്പോൾ കുറച്ച് പടങ്ങളായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്ത് ബിൽഡായ ഒരു ക്ലോസ്നെസ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സാറിനേക്കാളും ഞാൻ ക്ലോസ് ലിൻഡ ചേച്ചിയായിട്ടാണ്. അപ്പോൾ ഇറ്റ്സ് എ ഫൺ. നമുക്ക് മൊത്തത്തിൽ നമ്മൾ ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഐ ലുക്ക് ഫോർവേഡ് ടു വർക്കിംഗ് വിത്ത് സർ ആൻഡ് ഓൺ ഹിസ് ഫിലിംസ്.
പിന്നെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം, ജീത്തു സാറിന് ഒരു ഫിക്സ്ഡ് മേക്കിംഗ് സ്റ്റൈലില്ല. അതായത് ചില ഡയറക്ടേഴ്സിനുണ്ട് അവരുടെ ഒരു വളരെ ഫിക്സ്ഡ് മേക്കിംഗ് സ്റ്റൈലുണ്ട്. യു നോ വാട്ട് യു ആർ ഗെറ്റിംഗ് ഇൻ ടു. ഇത് നമുക്ക് അറിയില്ല. നമുക്ക് ആ സ്ക്രിപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഡയറക്ഷൻ സ്റ്റൈൽ, മേക്കിംഗ് സ്റ്റൈല് സ്ക്രിപ്റ്റ് ടു സ്ക്രിപ്റ്റ് അത്യാവശ്യം ഫ്ലൂയിഡാണ്. അപ്പോൾ ഓരോ പടത്തിലും നമ്മൾ മീറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് വേർഷൻ ഓഫ് ദ ഡയറക്ടർ കോൾ ജീത്തു ജോസഫാണ്. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് നമുക്കും അറിയില്ല വാട്ട് വി ഷുഡ് എക്സ്പെക്ട് ഫ്രം അവർ പെർഫോമൻസ്. വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് വളരെ പുതുമയുള്ള ഒരു പെർഫോമൻസ് നമ്മുടെ തന്നെ കിട്ടും. ബിക്കോസ് ആ സ്പേസ് ആദ്യം തന്നെ ഡയറക്ടർ ഒരുക്കി തന്നിട്ടുണ്ട്. അതുപോലെ ഡിനുവിൻ്റെ സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള, വളരെ ഡീറ്റെയിൽസ് ഉള്ള ഒരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ എനിക്ക് വളരെ ഈസി ആയിരുന്നു. എൻ്റെ സൈഡിൽ നിന്ന് വലിയ കോൺട്രിബ്യൂഷൻ വേണ്ടി വന്നിട്ടേ ഇല്ല. വർക്കിംഗ് വിത്ത് ഡിനു ആൻഡ് ജീത്തു സർ, ഞാൻ എൻ്റെ ജോലി മാത്രം ചെയ്താൽ മതിയായിരുന്നു. വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഈ സെറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഞങ്ങളൊരു ഗ്രിൽ ചിക്കനൊക്കെ ഉണ്ടാക്കണ ഒരു BTS കണ്ടിട്ടുണ്ടായിരുന്നു. പൊതുവേ ജിത്തു ജോസഫ് സിനിമകളുടെ സെറ്റുകളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. ആ ഒരു വൈബ് മെയിൻ. അല്ല, അതായത് ഒരു സോങ് കട്ടിൻ്റെ ഭാഗമായിരുന്നത്. അത് വിഷ്വലിലുണ്ട്. അതിനുവേണ്ടി ഗ്രിൽ ചിക്കനും മറ്റേ ലിക്കറും ഒക്കെ എടുത്ത് വെച്ച് അവിടെ നിന്നപ്പോൾ ഏതായാലും തണുപ്പാണ്, പിന്നെ ഒരെണ്ണം എടുത്ത് അടിച്ചേക്കാന്ന് പറഞ്ഞിട്ട് നമ്മളും എടുത്തങ്ങ് കഴിച്ചു. അപ്പോൾ അവിടെ BTS കഴിക്കുന്ന ആൾ അതെടുത്തിട്ട് റീലാക്കി. അപ്പം എല്ലാവരും ചോദിച്ചു ജിത്തു കള്ളൂരി. ഞാൻ പറഞ്ഞു ഞാൻ എന്നെ കള്ളു കുടിച്ച് ഇവിടെ റോട്ടിൽ കൂടെ പിന്നെ നടക്കുന്നത്. നമ്മൾ രണ്ടെണ്ണമൊക്കെ പഠിക്കും, നമ്മളൊരു സോഷ്യൽ ഡ്രിങ്കറാണ്. ഇതിനെക്കുറിച്ച് എന്തിനാ ചെയ്യുന്നത്? പണ്ടൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ ബാറിലൊക്കെ ഇങ്ങനെ നാട്ടിലൊക്കെ ബാറിലൊക്കെ കയറുമ്പോൾ എന്നാൽ കള്ളു കുടിക്കാൻ പ്രായപൂർത്തിയായതിനു ശേഷം നമ്മൾ ബാറിൽ ചെന്നുമ്പോൾ അവിടെ ഒരാളെ കാണുമ്പോൾ ഇങ്ങനെ, അതായത് നമ്മൾ ഏതാണ്ട് വലിയ ഘോര പാവം ചെയ്യാനായിട്ട് ചെന്നിരിക്കുന്ന പോലെ തന്നെ. അവിടെ കഴിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ വന്നപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായില്ല എന്തിനാ അങ്ങനെ റിയാക്ട്. നമ്മൾ റെസ്റ്റോറൻറ്റ് കണ്ടാൽ ഇങ്ങനെ അതുപോലെ അവിടെ കള്ളു വന്നപ്പോഴത്തേക്കും ഇത് മാറി. ഇവിടെ എല്ലാവർക്കും അറിയാം മനുഷ്യർ കഴിക്കുന്നതാണ് ഇതാണെന്നൊക്കെ അറിയാം. അപ്പം ഞങ്ങളത് ചെയ്തു. അപ്പോൾ കുറേ പേര് എന്നെ ചോദിച്ചു ഇതെന്താ ഇത് ഇങ്ങനെ കള്ളു. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ പൊളിച്ചും മറക്കാനൊന്നുമില്ല, ഞാൻ രണ്ടെണ്ണം കഴിക്കുന്ന കൂട്ടത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അവിടെ നമ്മളെ വർക്കിന് അത് ഭയങ്കര രസമായിരുന്നു, വർത്താനമൊക്കെ പറഞ്ഞത് ചെയ്ത്. എന്നാൽ ഇവരാരും കഴിക്കുന്നുമില്ലായിരുന്നു. ഇവരൊക്കെ മറ്റേ ആപ്പി ആയിരുന്നു, ആപ്പി ജ്യൂസ് അല്ലായിരുന്നു. ഞാൻ പിന്നെ ഷോർട്ടിലെ ആപ്പി പോലും കുടിച്ചില്ല. ഞാൻ പറഞ്ഞു അതിൽ നിറച്ച് ഷുഗർ ആണ് എന്നൊക്കെ പറഞ്ഞ് അവസാനം അതും കുടിച്ചില്ല. പക്ഷെ ഗ്രിൽ ചിക്കനും കഴിക്കാൻ കൊള്ളില്ലായിരുന്നു. നമ്മുടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ഗ്രിൽ ചിക്കൻ ഉണ്ടല്ലോ, അത് ഭംഗിയാവാൻ വേണ്ടി കുറെ അതില് ആട്ടുകാര് കുറെ പണിയെടുക്കും. അവസാനം ആർക്കും കഴിക്കാൻ പറ്റില്ല, കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഗോകുൽ എങ്ങനെയുണ്ടായിരുന്നു സെറ്റ് വൈബും? സെയിം. എനിക്കൊന്നും ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ലൈക്ക് ഫൺ സെറ്റ് ആയിരുന്നു ഇത്. ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് ഇപ്പോൾ സാറിൻ്റെ അടുത്ത് എന്ത് സജഷൻസ് വേണമെങ്കിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം, നമുക്ക് തോന്നുന്ന സംശയങ്ങൾ ചോദിക്കാം. സാറത് ഭയങ്കര ഓപ്പണായിട്ട്, ഭയങ്കര എന്തിനും ഓപ്പണായിട്ടുള്ള രീതിയിൽ കേൾക്കും. അപ്പോൾ വർക്ക് ചെയ്യാൻ ഭയങ്കര സുഖമായിരുന്നു. ഞാൻ ഏറ്റവും വലിയ സാധനം നൈറ്റ് ഷൂട്ട് 2 മണി വരെ ഉള്ളൂ എന്നുള്ളതാണ്. അതൊരു സൺറൈസ്. പക്ഷേ അത് 2 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരും നമ്മൾ വീട്ടിലെത്തി. ഇത്തിരി സ്ട്രെയിൻ ആയാലും പ്രശ്നമാണ്. അത് പണ്ടും അങ്ങനെയായിരുന്നു. അല്ല, പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഇതിൽ മറ്റേ മെമ്മറീസ് ഒക്കെ വർക്ക് ചെയ്തപ്പോൾ രാവിലെ 6 മണി വരെയൊക്കെ ഷൂട്ട് ചെയ്യായിരുന്നു. പക്ഷെ നമ്മൾ ഓവർ സ്ട്രെയിൻ ചെയ്യുന്നതും ചീത്തയാണ്. അന്നെന്നൊക്കെ പറയുമ്പോൾ ഒരു പരിധിക്കപ്പുറം ബഡ്ജറ്റ് കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ഷൂട്ട് ചെയ്യും. പക്ഷെ അന്നേരം പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കി നമ്മൾ ആരോഗ്യം നോക്കണ്ടേ. എൻ്റെ മാത്രമല്ല, എൻ്റെ ഇതിന് ഒരു കംഫർട്ടായിട്ട് വർക്ക് ചെയ്യണം. അപ്പം അത് പ്രൊഡക്ടിവിറ്റി അതിന് ഗുണം ചെയ്യും. അപ്പം അതുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് വന്നു. പിന്നെ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറക്കം തോന്നി ഷൂട്ട് ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ ഈ 2 മണിയാകുമ്പോൾ ഒരു നിർത്തിയൊരു ഗുണം വെച്ചാൽ 9 മണിക്ക് 9:30 ആകുമ്പോൾ നമ്മൾ ഡിന്നർ കഴിച്ചു. അത് കഴിഞ്ഞ് 2 മണിയാകുമ്പോൾ ഓക്കെ. ഈ 2 മണിക്ക് അപ്പുറത്തേക്ക് പോയാൽ ഇവർ ബ്രെഡും ജാമും തേച്ചോണ്ടിങ് വരും. പിന്നെ ആ ഇതിന്റെ 2-ന്റെ 5 മണിക്ക് ഇടയ്ക്ക് ഒരു തീറ്റയുണ്ട്. അത് അനാവശ്യ തീറ്റയായി മാറും. മനസ്സിലായോ? ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ ആക്ച്വലി പ്രൊഡക്ടിവിറ്റി ക്വാർട്ടർ ആവും ഒരാളുടെ. പക്ഷെ നമ്മൾ എപ്പോഴൊക്കെയോ ചില ദിവസങ്ങളിൽ എപ്പോഴോ ഫുൾ നൈറ്റ് വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം തീർത്തേ പറ്റൂ. അപ്പം നമ്മൾ ഇച്ചിരി സ്ട്രെയിൻ എടുക്കും. ഈ ഫ്രം ദ റൈറ്റർ ഓഫ് കൂദാശ അല്ലെങ്കിൽ ഫ്രം ദ ഡയറക്ടർ ഓഫ് കൂദാശയ്ക്ക് ശരിക്കും ഇപ്പം ഒരുപാട് അറ്റൻഷൻ കിട്ടുന്ന സമയം കൂടെ. കുറേ പേര് കണ്ടിട്ട് അപ്രോച്ചിനെ കുറിച്ചിട്ടൊക്കെ ഭയങ്കര അപ്രിസിയേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയം. ഈ അനൗൺസ്മെന്റ് സമയത്തും ഇത് തന്നെയായിരുന്നു എല്ലാവരും പറഞ്ഞ്. ശരിക്കും ആഫ്റ്റർ കൂദാശ ശരിക്കും ലൈഫ് എങ്ങനെയായിരുന്നു? ആഫ്റ്റർ കൂദാശ ഞാൻ എൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എല്ലാ സ്ട്രഗ്ലിംഗ് ഫിലിം മേക്കേഴ്സും പറയുന്നൊരു ക്ലീഷേ കഥ തന്നെയായിരിക്കും. വളരെ എന്താ പറയുക, കുറേ സെറ്റ് ബാക്സ്, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ അങ്ങനെ കടന്നു പോയി ഒരു സിനിമയാണ്. കാരണം അതിൻ്റെ ഇടയിൽ ആദ്യത്തെ സിനിമ പരാജയം, അതായത്
ആ സിനിമ എനിക്കിഷ്ടമാണ്, അതിൻ്റെ സോൾ എനിക്കിഷ്ടമാണ്. പക്ഷേ ഞങ്ങൾ വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ ചെയ്ത ഇപ്പോൾ ഇതിൽ ഞാൻ കുറേ കമൻസ് അതിനെക്കുറിച്ച് ഇപ്പോഴും എനിക്കും അറിയാം, എൻ്റെ സിനിമയെ കുറിച്ച് റിവ്യൂ എനിക്കറിയാം. ഒട്ടും സിനിമാറ്റിക് ആയിട്ടല്ല ഞാൻ ചെയ്തേക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ യൂണിറ്റ് പോലെ ഞങ്ങൾ ആകെ ഒരു 4-5 പേരാണ് ആകെ സെറ്റിൽ മൊത്തം ആർട്ടിസ്റ്റ് കൂടാതെ ഉണ്ടായത്. അങ്ങനെ ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ സാറ് പറയാനുള്ള പോലെ അതിൻ്റെ ഇമോഷൻസ് മാത്രമാണ് ഞാൻ പോർട്രേ ചെയ്യാൻ വേണ്ടി കാരണം ബാബുരാജേട്ടനൊക്കെ വളരെ എഫോർട്ട് ആ പടത്തിന് വേണ്ടി എടുത്തിട്ടുണ്ട്. ഞാനും ബാബുരാജേട്ടനൊക്കെ ഓരോ സീനും എങ്ങനെ ചെയ്യണമെന്ന്. പക്ഷേ ഞങ്ങളുടെ കൂടെ വലിയൊരു ടീമില്ല, ആകെ ഒരു 3-4 പേര്. എൻ്റെ എഡീസ് അടക്കമാണ് ഞാൻ പറയുന്നത്, എല്ലാവരും അടക്കം ഒരു 3-4 പേര് വെച്ചിട്ടാണ് ഞങ്ങൾ സിനിമ മൊത്തം ചെയ്തത്. വളരെ പരിമിതമായ സാഹചര്യത്തിൽ ഞങ്ങൾ ചെയ്തൊരു സിനിമയാണ്. അതിൻ്റെ ഇടയിലാണ് വെള്ളപ്പൊക്കം 2018 വന്നത്. എല്ലാം ഓവർകം ചെയ്ത് ഞങ്ങൾ തിയേറ്ററിൽ എത്തിച്ചൊരു സിനിമയായിരുന്നു അത്. അപ്പോൾ ആ സിനിമ ഇറങ്ങിയ സമയത്ത് ആ സിനിമ എനിക്ക് ശ്രദ്ധിക്കപ്പെടാതെ പോയത്, ഞാൻ അത്രയും ഞങ്ങൾ എഫോർട്ട് ഞങ്ങൾ ടീം എടുത്തിട്ടും എത്താണ്ട് പോയപ്പോഴാണ് സാറിൻ്റെ ഒരു റിവ്യൂ സാറ് ഫേസ്ബുക്കിൽ പോസ്റ്റ്. അത് രാത്രിയാണ്, രാത്രി എനിക്ക് തോന്നുന്നു രാത്രി 9-10 മണി നേരത്താണ് പോസ്റ്റ് വരുന്നത്. എനിക്ക് രാത്രി 10 മണി നേരത്തെ എനിക്ക് തോന്നുന്നു ആദ്യം ബാലാജി ചേട്ടൻ എന്നെ വിളിക്കുന്നു, പിന്നെ കൃതിക വിളിക്കുന്നു, അവരൊക്കെ ആരും വിളിക്കുന്നു, ഇവരൊക്കെ വിളിച്ചിട്ട്. അപ്പോൾ ഞാൻ എന്തോ ഒരു പരിപാടിയിലായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വേഗം എടുത്ത് ആരും തിരിച്ചു വിളിച്ചത്. ഞാൻ വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞു, ഡിനു വേഗം ഫേസ്ബുക്ക് വേഗം വാ എന്ന് പറഞ്ഞു. ഞാൻ എന്താ സംഭവം എന്ന് അറിയില്ല. ഞാൻ വേഗം ചെന്ന് അപ്പോഴാണ് ഞാൻ ഇങ്ങനെ സാറിൻ്റെ ഒരു വീഡിയോ കാണുന്നതും എല്ലാം. അതിനുശേഷം എനിക്ക് തോന്നുന്നു കുറച്ച് സോഷ്യൽ മീഡിയയിൽ ആ സമയത്ത് കുറച്ച് റിവ്യൂസ് എല്ലാം വന്നിരുന്നു. അതായത് പരിമിതമായ സാഹചര്യങ്ങൾ ഒരുപാട് കുറവുകളുണ്ട്. എൻ്റെ ആദ്യ സിനിമയാണ്, എനിക്കതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഒരുപാട് കുറവുകളുണ്ട്, പക്ഷേ സ്റ്റിൽ ആ സിനിമയുടെ സോൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഓഡിയൻസ് ഉണ്ട് എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്. അതിനുശേഷം ഈ സിനിമയിലേക്ക് എത്താനായിട്ട് ഒരുപാട് ശരിക്കും ബുദ്ധിമുട്ടി, വളരെയധികം ബുദ്ധിമുട്ടി. ഞാൻ സിനിമ നടക്കില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിരുന്നു. ലൈക്ക് എന്താ പറയുക, പല ഡിപ്രഷൻ എന്നുള്ള വാക്കല്ല ഞാൻ യൂസ് ചെയ്യുന്നത്, പക്ഷേ ഭയങ്കരമായിട്ട് ഞാൻ ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിരുന്നു. ആ സമയത്ത് വൈഫും പിള്ളേരൊക്കെയാണ്, വൈഫാണ് എനിക്ക് കൂടുതലും സപ്പോർട്ട് ചെയ്ത് നടക്കും. പക്ഷേ സ്റ്റിൽ ഒരു ഘട്ടത്തിൽ ഞാൻ ഒന്നും നടക്കില്ല എന്ന് വെച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂസ് വേറൊരു ജോലിക്ക് പോകാൻ വേണ്ടി ഞാൻ MBA കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഫിനാൻസ് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്തിരുന്നു. ഞാൻ വീണ്ടും ജോലിക്കൊക്കെ പോകാനിരിക്കുന്ന സമയത്താണ് വലതുവശതകളും സംഭവിക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഞാൻ ഇടയ്ക്കിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണൽ ഡൗൺ ആകുമ്പോൾ ഞാൻ പേഴ്സിറ്റ് ഓഫ് ഹാപ്പിനെസ് കാണും, ഇരുന്ന് കരയും. ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കരയും. ഞാൻ എല്ലാ സിനിമ എനിക്ക് ഇമോഷണലി കേട്ടാവുന്ന സിനിമകളൊക്കെ കണ്ട് ഞാൻ കരയും. ഞാൻ ഭയങ്കരമായിട്ട് കരയും. ഞാൻ കുറച്ച് ഇമോഷണലാണ്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇമോഷണൽ കരയുണ്ട്. എനിക്ക് ഇമോഷണലാണ് ഞാൻ കുറച്ച്. അപ്പോൾ ഞാൻ ആ സിനിമ കണ്ട് കരയുന്ന സമയത്ത് ഞാൻ ഒരു റിലീഫ് കിട്ടും, പക്ഷെ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, എല്ലാം ഒന്നും നടക്കില്ല എന്ന് പറയുന്ന ഒരു സമയത്താണ് ഈ സിനിമ വലതുവശതകളെ സംഭവിക്കുന്നതിലേക്ക് എന്താ പറയുക ബാക്ക് ടു വീണ്ടും ഒരവസരം ലഭിച്ചതും എല്ലാം ഒരു എന്താ പറയുക, എഴുതുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു സിനിമാറ്റിക് ആയിട്ട് സംഭവിക്കുക ചിലപ്പോൾ സിനിമാക്കാരൻ്റെ ലൈഫിലായിരിക്കും എന്ന് എനിക്ക് തോന്നിയ ഒരു മൊമെൻറ്റ്. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു വലതുവശതകളെ സംഭവിച്ചതായിരിക്കാം. ഈ കാസ്റ്റിംഗിലേക്ക് ശരിക്കും എങ്ങനെയാ പറഞ്ഞത്? ജോജുവും അല്ല, അതങ്ങനെ നമുക്കിതിന് വേറെ ഓപ്ഷൻസും വേണമെങ്കിൽ ഇതിന് എടുക്കാം. പക്ഷേ ബിജു മേനോനെ ആലോചിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ജോജു എനിക്കിങ്ങനെ തോന്നി. അപ്പോൾ അത് കാരണം ഒരു കോമ്പിനേഷൻ വന്നിട്ടില്ല മെയിൻ സെൻട്രൽ ക്യാരക്ടറൈസ് ആയിട്ട്. അപ്പോൾ അത് ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ജോജുവായിട്ട് സംസാരിച്ചപ്പോൾ ജോജു ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇത് സംഭവിച്ചത്. അത് നമ്മളിങ്ങനെ നോക്കുമല്ലോ ആരാണ് കറക്റ്റായിട്ട് ഇതിന് സെറ്റാകുന്നത്. ഈ ശരിക്കും ഈ ക്രിയേറ്റീവ് പ്രോസസ്സിൽ ഞാൻ കേട്ടിട്ടുണ്ട് ദൃശ്യത്തിന് ഒരു ഓൾട്ടർനേറ്റീവ് ക്ലൈമാക്സ് ഉണ്ടായിരുന്നാൽ ആദ്യ ഫസ്റ്റ് ഐഡിയയിൽ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ഓൾട്ടർനേറ്റീവ് അല്ല, എനിക്ക് ദൃശ്യം വേറെ രീതിയിലാണ് അവസാനിച്ചിരുന്നത്. അത് പിന്നീട് ഞാനിങ്ങനെ എഴുതി വെച്ചിട്ട് ഇത് സിനിമയാകുമെന്നൊന്നും ഉറപ്പുണ്ടായിട്ട് എഴുതി വെച്ചതല്ലല്ലോ, അത് വേറൊരാൾക്ക് വേണ്ടി എഴുതിയതാണ്. അന്നത് വേറൊരാൾക്ക് വേണ്ടി എഴുതിയതാണ്. അപ്പോഴും ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ ഷട്ടിലൊക്കെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് പക്ഷേ ഞാനത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ആ ക്ലൈമാക്സിൽ. അപ്പോൾ അങ്ങനെ ഷട്ടിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു ഐഡിയ സ്ട്രൈക്ക് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റി എഴുതി റീവർക്ക് ചെയ്തതാണ്. അത് സംഭവിക്കുന്നതാണ്. നമുക്ക് ചിലപ്പോൾ ചില സിനിമയുടെ ക്ലൈമാക്സ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ചില സീക്വൻസുകൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പോൾ ബെറ്റർ ഒരു സാധനം വരുമ്പോൾ ഇതാകും. ഇപ്പോൾ ദൃശ്യം 3 ഞാൻ 1 ലൈൻ വർക്ക് ചെയ്യുന്നത് ഞാൻ എൻ്റെ യൂറോപ്പ് ട്രിപ്പിൻ്റെ സമയത്താണ്. 1 ലൈൻ വർക്ക് ചെയ്ത് തിരിച്ച് വന്ന് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങി. ആ 1 ലൈനിനെ ബേസ് ചെയ്ത് സ്ക്രിപ്റ്റ് എഴുതി കുറച്ച് ഹാഫ് എത്തിയപ്പം ഞാൻ അന്ന് പ്ലാൻ ചെയ്ത 1 ലൈനിൽ നിന്ന് മാറി വേറൊരു പുതിയ 1 ലൈൻ ഫോം ചെയ്ത് അങ്ങ് പോയി. അങ്ങനെയൊക്കെ സംഭവിക്കും. ഓഫ് കോഴ്സ് ക്ലൈമാക്സ് അവിടെ ഉണ്ട്, എന്നാലും അപ്പോൾ അത് നമ്മുടെ ചിന്തകൾ മാറുന്നതനുസരിച്ച് ചിലപ്പോൾ മാറിക്കൊണ്ടൊക്കെ ഇരിക്കും. ഗോകുലിന്റെ ക്യാരക്ടർ എന്താ ശരിക്കും? ഇതിൽ ഫിലിപ്പ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്, ഫിലിപ്പ് ആൻ്റണി. അതായത് ആൻ്റണിയുടെ മകൻ, ബിച്ചേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ മകനായിട്ട്. അപ്പം ഇതൊരു എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു ഫാദർ സൺ ഒരു റിലേഷൻഷിപ്പ് സംഭവങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു പോലീസ് ഓഫീസറുടെ മകൻ എന്ന് പറയുമ്പം അങ്ങനത്തെ ഉണ്ടാവുന്ന അവൻ്റെ ഒരു ഇമോഷൻസും സംഭവങ്ങളും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഇവൻ്റെ ഒരു ജേണി
ഭയങ്കര രസമുള്ളൊരു ജേണിയാണ് ഈ ഒരു സിനിമയിൽ എന്ന് പറയുന്നത്. ഭയങ്കര കുറേ ഇവനും ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനും പോലെ ഇവനും ഒരു ഇമോഷണൽ ജേണി ഉണ്ട്. ഇതിലെല്ലാ ക്യാരക്ടേഴ്സിനും കൃത്യമായിട്ടുള്ള ആർക്കുണ്ട്. അതുപോലെ തന്നെ ഫിലിപ്പിനും ഒരു ആർക്കുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു രസമുള്ളൊരു ഇപ്പോൾ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ സമൂഹത്തിലൊക്കെ കാണുന്ന പോലെയുള്ളൊരു, ഇപ്പോൾ എല്ലാ വീട്ടിലും കാണുന്നൊരു എൻ്റെ പ്രായത്തിലൊക്കെ ഉള്ളൊരു പയ്യൻ, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാനും പറ്റും ആ ക്യാരക്ടറിനെ. സോ ലഞ്ചേച്ചിക്കും അങ്ങനെയാണോ? ഫസ്റ്റ് പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അധികം പണിയെടുക്കണ്ടില്ല എന്ന് തോന്നുന്നു ക്യാരക്ടർ ഇതില്. എനിക്ക് ക്യാരക്ടർ ബിൽഡിങ്ങിൽ ക്യാരക്ടറിന്റെ ലുക്കോ പലപ്പോഴും നമുക്ക് സ്ക്രിപ്റ്റഡ് അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കൊരു ബാക്ക് സ്റ്റോറി നമുക്ക് തന്നെ ഇമാജിനറി ആയിട്ട് ഉണ്ടാക്കണം. സിനിമയിൽ ഉണ്ടാവില്ലെങ്കിലും ഇതങ്ങനെ ആവശ്യം വന്നില്ല. വെൽ സ്ക്രിപ്റ്റഡ് ആണ്. നമുക്ക് ഓൾറെഡി ആ ക്യാരക്ടർ വളരെ വെൽ ഡീറ്റെയിൽഡ് ആണ്. എക്സാക്ട്ലി എന്താ വേണ്ടതെന്നുള്ളത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ രീതിയിൽ ഒരുപാട് പണിയെടുക്കേണ്ട വന്നില്ല എന്ന് പറഞ്ഞു. ബട്ട് ആസ് എൻ ആക്ടർ എനിക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു റോളാണ്. എന്താ പറയുക, കുറേ സീൻസ് ഉണ്ടെന്നോ ഒന്നുമല്ല, പക്ഷെ ഉള്ള സീൻസിൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ക്യാരക്ടറാണ് എനിക്ക്. തെരേസ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്, ജോജു ചേട്ടൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ജോജു ചേട്ടനാണല്ലോ കുറച്ചുകൂടെ ഇമോഷൻ ഹോൾഡ് ചെയ്യണ. ട്രെയിലറിൽ മൊത്തം നമ്മൾ കാണുന്ന പോലെ ട്രെയിലറിൽ കാണിക്കുന്ന എന്തായാലും നിങ്ങളെല്ലാം കാണിക്കില്ലല്ലോ. അപ്പോൾ ശരിയാണ്, എല്ലാവർക്കും അവരുടേതായ എന്താ പറയുക, നമ്മൾ യൂഷ്വലി എനിക്ക് തോന്നുന്നു എല്ലാവരും ജീത്തു ജോസഫ് മൂവി എന്ന് പറയുമ്പോൾ ഒരു ത്രില്ലർ, എല്ലാവരെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ സസ്പെൻസിലൂടെ ഇങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീലിംഗ് ആണെങ്കിൽ ഈ പടത്തിന് വേറൊരു ട്രീറ്റ്മെൻ്റ് ആണ്. കുറച്ചും കൂടെ എല്ലാ തരം ഇമോഷൻസ്, അതായത് ഒരു ഇമോഷൻ അല്ല, അതുണ്ട്, അതെന്തായാലും ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമായിട്ടുണ്ട് അല്ലേ. പക്ഷെ ഈ പറയുന്ന വെറുതെ വി ആർ നോട്ട് റണ്ണിങ് ത്രൂ ദ പ്രോബ്ലം ആൻഡ് ഫൈൻഡിങ് ദ സൊല്യൂഷൻ. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇൻവോൾവ് ആവാൻ പറ്റുന്ന എല്ലാവർക്കും ഏതെങ്കിലും ഒരു ക്യാരക്ടറായിട്ട് പക്ക റിലേറ്റബിൾ ആവും. അപ്പോൾ എൻ്റെ ക്യാരക്ടറായിട്ട് റിലേറ്റ് ആവുന്ന ഒരുപാട് ഭാര്യമാരും അമ്മമാരും ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ആ ക്യാരക്ടറായിട്ട് റിലേറ്റ് ആവും. അതുപോലെ ജോജു ചേട്ടൻ്റെ ക്യാരക്ടറായിട്ട് റിലേറ്റ് ആവുന്ന, ഇപ്പോൾ ഗോകുലിൻ്റെ ക്യാരക്ടറായിട്ട് റിലേറ്റ് ആവുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് പോകാനുള്ള ഒരു ഇമോഷണൽ റൈഡുണ്ട്. അതും പല പല ഇമോഷൻസാണ്. അതുകൊണ്ട് അതൊരു പ്രത്യേക തരം ട്രീറ്റ്മെൻ്റ് ആണ്. ഒരു സൈഡിൽ ഈ ഒരു ടെൻഷൻ ഉണ്ട്, അതിൻ്റെ ബിൽഡപ്പ് ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളുണ്ട്. ഒരു സൈഡിൽ ഓരോരുത്തരും പോകുന്നത് വേറെ വേറെ ട്രാക്സ് ഓഫ് ഇമോഷൻസിലാണ്. എനിക്ക് തോന്നുന്നു അതാണ് ഈ പടത്തിൻ്റെ പ്രത്യേകത. ഈ സ്വയം റിപ്പീറ്റേറ്റീവ് ആവാണ്ടിരിക്കാൻ വേണ്ടി ശരിക്കും ജിത്തു ജോസഫ് എന്ന ഡയറക്ടർ ചെയ്യണം എന്താ? ഇപ്പം പല ഭാഷകളിലൊക്കെ റീമേക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും അവിടെ ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അത് ചെയ്യണമെന്ന് ചിന്തിച്ച് ചെയ്യണമെന്ന് എന്തായിരിക്കും റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ പല കാര്യങ്ങളും? റീമേക്കിലോ? റീമേക്കിലല്ല, ജനറലി റിപ്പീറ്റ് ചെയ്യാൻ വെച്ചാൽ ഞാൻ ബേസിക്കലി നമ്മളിപ്പോൾ ത്രില്ലർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നൊക്കെ അഭ്യാസം കാണിച്ചാലും റെപ്പറ്റീഷൻസ് ഫീൽ ചെയ്യും. അപ്പം നമ്മൾ ജോണർ മാറി കളിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ നുണക്കുഴി ചെയ്തത് അതുകൊണ്ടാണ്. നേര് വന്നപ്പം ഒരു കോർട്ട് റൂം ഡ്രാമ പോലത്തെ ഒരു പാറ്റേണിലേക്ക് വന്നു. ഇത് വന്നപ്പോൾ ഇത് ക്രൈമും ഇതും എല്ലാം ഉണ്ടെങ്കിലും ഇതിൻ്റെ ഒരു പാറ്റേൺ വേറെയാണ്, സസ്പെൻസോ ഇതൊന്നുമില്ല. അതേസമയം മിറാഷ് എന്ന് പറഞ്ഞാൽ ടോട്ടലി വേറൊരു ഒരു ചെറിയൊരു പരീക്ഷണ സിനിമ പോലെ ഒരു ഇത് കാണിച്ചത്. കാരണം ഒരു ഹീറോയിനെ കൊണ്ട് നമ്മൾ വില്ലനാക്കുന്നതാണ്. പക്ഷെ അതിനകത്ത് ഞങ്ങളുടെ ഒരു കാൽക്കുലേഷൻ തെറ്റിപ്പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പറഞ്ഞു അത്രയും ട്വിസ്റ്റ് ഇതെല്ലാം പഠിക്കും. പക്ഷേ ബേസിക്കലി അത് നമ്മളൊരു മിറാഷ് എഫക്റ്റ് വർക്ക് ചെയ്തതാണ്. നമ്മൾ അതിനെയൊന്നും ട്വിസ്റ്റായിട്ടല്ല കാണുന്നത്. അതാണ് ശരിക്കും ട്വിസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. ബാക്കി അതിനകത്തെ ക്യാരക്ടേഴ്സ് നമ്മൾ മിറാഷ് എന്ന് പേരിട്ടുണ്ട്. അതിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് വേറെ 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 മാറിക്കൊണ്ടിരിക്കുക. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ ആൾക്കാർക്ക് അത് ട്വിസ്റ്റായിട്ട് തോന്നി. അതിപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മേ ബി അത് ഞങ്ങളുടെ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഞങ്ങളത് ഫോർസീൻ ചെയ്യേണ്ടതായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അങ്ങനെയാണ്. ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. നമ്മളതിൻ്റെ ഈ ആംഗിളിൽ നിന്നു. പക്ഷേ പണ്ട് ഇത് തന്നെ ലൈഫ് ഓഫ് ജോസ് ഊട്ടി പറ്റിയതാണ്. ഏഞ്ചൽ ഇതിൻ്റെ പെർസ്പെക്റ്റീവിന് വേണ്ടി നമ്മൾ ഹെലിക്യാം വെച്ചിട്ട് എല്ലാം ഇത് ചെയ്തു. അവസാനം വന്ന് പോയി എന്തോ ഒരു ഹെലിക്യാം ഷോട്ട് എടുത്ത് വെച്ചേക്കുന്നതെന്ന് വന്നു. പക്ഷേ നമുക്ക് എപ്പോഴും ഏഞ്ചലിനെ കാണിക്കാതിരിക്കാൻ വേണ്ടി ഒരു പെർസ്പെക്റ്റീവ് വെച്ചതാണ്. ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കമ്മ്യൂണിക്കേറ്റ് ആകാതെ പോകും, ചിലപ്പം കമ്മ്യൂണിക്കേറ്റ് ആവും, ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ വരെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ആവും. മനസ്സിലായോ? ആ ലെവലിലേക്ക് ഡെപ്തിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലും. അതൊക്കെ സിനിമയിൽ സംഭവിക്കുന്നു. ഇപ്പൊ ഊഴം ഇന്നായിരുന്നെങ്കിൽ ഭയങ്കര ഡിഫറെന്റ് സിനിമയായിട്ട് ചെയ്തതിന് കാരണം അന്ന് എന്നോട് കമൽ സാർ ഈ സിനിമ കണ്ടിട്ട് പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ക്ലൈമാക്സ് ഫൈറ്റ് ചെയ്യുന്ന സിനിമ നരേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് ഒരു ഹസ്ബൻഡ് ആൻഡ് ഞാൻ ഒത്തിരി സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് വിളിച്ചൊരു ഹസ്ബൻഡ് വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ വൈഫ് കൊണ്ടാകും ഒരു വൈഫിന് അത്രയും ഇഷ്ടപ്പെട്ടു. വൈഫ് ചോദിച്ചു പൃഥ്വിരാജ് ഡബിൾ റോൾ ആണോ എന്ന് ചോദിച്ചത്. അപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ആയില്ല. നമുക്ക്
ബേസിക്കലി സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമയും ഓരോ പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങളിൽ ചിലത് ശരിയാകും, ചിലത് ശരിയായി എന്ന് പറഞ്ഞ ആ ഒരു സാധനമാണ്. പക്ഷേ എനിക്കതിനകത്ത് റിഗ്രറ്റ് ഒന്നുമില്ല. നമ്മൾ ഒരു അറ്റംപ്റ്റ് നടത്തി, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഇത്, കാരണം അതിനകത്തൊരു അപ്പോഴും ഒരു മിക്സ്ഡ് ഒപ്പീനിയൻ. കുറേ പേര് എന്നെ വിളിച്ചിട്ട് ഇഷ്ടപ്പെടും. ഇപ്പം ലൈഫ് ഓഫ് ജോസൂട്ടി ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സിനിമയാണ്, നിങ്ങളുടെ നല്ല സിനിമകളിലൊന്നാണ് എന്നെപ്പോഴും പറയും. റെഡിറ്റിൽ കഴിഞ്ഞു സാർ യുവർ ബെസ്റ്റ് മൂവി എന്ന് പറഞ്ഞു അത് നടത്തിയപ്പം. അപ്പോൾ ഇന്നലെ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ആങ്കർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു മിറാഷിന്, അപ്പോൾ പുള്ളിക്കാരി മിറാഷ് എനിക്ക് വർക്കായിരുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ, വർക്കായ ഒത്തിരി ആൾക്കാരുണ്ട്, വർക്കാകാത്തവരുണ്ട്. അപ്പോൾ അത് കൂടുതൽ ആൾക്കാർക്ക് അത് വർക്കാവുമ്പോൾ അതിനെ ഹിറ്റെന്നും സൂപ്പർ ഹിറ്റെന്നും വിളിക്കും. ഒത്തിരി ആൾക്കാർക്ക് വർക്കാകാതിരിക്കുമ്പോൾ ഇതാവും. ഇപ്പോൾ ചില സിനിമകൾ ബോക്സ് ഓഫീസിൽ ഓടിയില്ല, പക്ഷേ OTT വരുമ്പോൾ ഓടി, അല്ലെങ്കിൽ പിന്നീട് TV കാണുമ്പോൾ ആൾക്കാർ നല്ല സിനിമയാണ്, അങ്ങനെ പറഞ്ഞ എത്രയോ സിനിമകളുണ്ട്. അപ്പം എന്ന് പറയുന്നത് പോലെ സിനിമ അങ്ങനെയാണ്, പരീക്ഷണങ്ങൾ നടത്തും. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ ബോധപൂർവം കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒരേ ടൈപ്പ് ക്യാരക്ടേഴ്സ് കണ്ടിന്യൂസ് ആകുമ്പോൾ ഇവർ പിന്നെ ഒന്ന് മാറാൻ സാധിക്കും. അതെല്ലാവർക്കും ഉണ്ട്. അപ്പം ബേസിക്കലി ഞാൻ ജോണർ ഷിഫ്റ്റിനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പം അതിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമായി ഞാൻ പുതിയ കുറച്ച് ജോണറുകൾ ഞാൻ ഇന്നവരെ ട്രൈ ചെയ്യാത്തത് അല്ല, അതൊക്കെ ആഗ്രഹങ്ങൾ പറഞ്ഞാണ്. പക്ഷെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരുപക്ഷെ നിങ്ങളാരും പ്രതീക്ഷിക്കാത്ത, എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാത്തൊരു ജോണറാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ വേണം. ഞാനതിൻ്റെ ബിഗിനിങ് സ്റ്റേജിലാണ്. അത് 1 വർഷം 1.5 വർഷം കഴിഞ്ഞിട്ടേ വരുള്ളൂ. പക്ഷെ എനിക്ക് വലിയൊരു ഡ്രീം പ്രോജക്റ്റാണ്. ശരിക്കും ഞാൻ 2 കാര്യമുണ്ട്. ഒന്ന്, ഈ റൈറ്ററായി കഴിഞ്ഞിട്ട് സിനിമ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക്യാരക്ടേഴ്സ് എടുക്കുന്ന പെർസ്പെക്റ്റീവ് മാറി തുടങ്ങിയോ? ഇല്ല, അത് ഞാൻ ഒന്നിനെ മറ്റേതുമായിട്ട് മേർജ് ചെയ്യാറില്ല. എല്ലാത്തിനും അതിൻ്റെതായ എക്സിസ്റ്റൻസ് ഉണ്ട്. ഒരു ആക്ടർ എന്ന നിലയ്ക്ക് നമ്മളൊരു സെറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ ആക്ട് ചെയ്യാനാണ് പോകുന്നത്. അവിടെ നമ്മുടെ വേറെ സ്കിൽ സെറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവാം. ആക്ടിങ്ങിനോട് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കാറുള്ളൂ. അതുപോലെ ഇപ്പോൾ റൈറ്റിംഗ്, സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെ കോഴ്സസ് ചെയ്തപ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനോടുള്ള ബഹുമാനം കൂടുകയാണ്. നമ്മൾ ഡയറക്ഷൻ്റെ കോഴ്സസ് ചെയ്യുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഡയറക്ടേഴ്സിൻ്റെ അപ്രോച്ചും അതൊക്കെ നമ്മൾ കൂടുതൽ പഠിച്ചു തുടങ്ങുന്നല്ലാതെ ഇത് അങ്ങോട്ട് എടുത്ത് കൊണ്ടുപോയി പ്രയോഗിക്കാൻ നിന്നാൽ ഉള്ള ജോലിയും കൂടെ ഇല്ലാണ്ടായി കിട്ടും. ബിക്കോസ് യു ആർ അൺനെസസറിലി കൺഫ്യൂസിങ് എവറിത്തിങ്. അപ്പോൾ അതുപോലെ ഞാനിപ്പോൾ സിനിമയുടെ പ്രൊമോഷന് വന്നിരിക്കുമ്പോൾ എൻ്റെ ബുക്കിലെ തത്വങ്ങളെടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ എല്ലാത്തിനെയും അതിൻ്റെതായ ഒരു കമ്പാർട്ട്മെൻറ്റിൽ വെച്ചുകൊണ്ട് അവിടെ സെപ്പറേറ്റ്ലി വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ബിക്കോസ് എനിക്ക് തന്നെ എൻ്റെ തലയുടെ ഉള്ളിലെ എല്ലാത്തിനും സെപ്പറേറ്റ് കമ്പാർട്ട്മെന്റ്സ് ഉണ്ടെന്ന്. ഞങ്ങൾ ആക്ച്വലി എപ്പോഴും ചേച്ചിനെ കുറിച്ച് ഇങ്ങനെ പോസ്റ്റുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മറ്റേ എങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റണ, എല്ലാ പരിപാടിക്കും ചേച്ചി വരും ആൻഡ് എല്ലാത്തിലും ചേച്ചി ഉണ്ട്. എങ്ങനെ ഒരു ആക്ടറൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ ആക്ടറാണ്, ഒരു സൈഡിൽ റൈറ്ററാണ്, ഒരു സൈഡിൽ ഇങ്ങനെ പോകും. അത് നല്ല രസമായി അത് പറഞ്ഞത്. എൻ്റെ വിചാരം ഞാൻ ആവശ്യത്തിനൊന്നും ചെയ്യുന്നില്ല എന്നാണ്. ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനില്ലേ എന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടെങ്കിൽ സന്തോഷം. ആക്ച്വലി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അതിൻ്റെ ഒരു 30% ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് അത്യാവശ്യം മടി ഭയങ്കരമായിരിക്കും അല്ലേ, എന്തായിരിക്കും ഷോ എന്ന് വെച്ചാല് എനിക്കിപ്പോൾ ആക്ച്വലി ഒരു സ്ക്രിപ്റ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ഡയറക്റ്റ് ചെയ്യേണ്ടതാണ്. എനിക്ക് എപ്പോഴും ആലോചിക്കും അതിന് സമയമായിട്ടില്ല, നമ്മളിപ്പോൾ അതൊക്കെ ചെയ്താൽ അത് ശരിയാവില്ല, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ആ സ്ക്രിപ്റ്റിനെ എടുത്തിട്ടില്ല. അതിൻ്റെ പ്രൊഡ്യൂസർ റെഡിയാണ്. ഞാൻ പ്രൊഡ്യൂസറോട് പറയും അതല്ല എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആ ജോണറല്ല ഇപ്പം എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഒഴിഞ്ഞു പേടിച്ചിട്ടായിരിക്കും. ഡ്രൈവ് ചെയ്യില്ല. എൻ്റെ പേടി ഞാൻ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കും, വേറെ ആരെങ്കിലും റാഷ് ഡ്രൈവിങ്ങിൽ വന്ന് എന്നെ ഇടിക്കുമോ എന്നൊക്കെയുള്ള. കുട്ടിക്കാലത്ത് ഞാൻ ആദ്യം ലൈസൻസ് എടുത്ത ഉടനെ അച്ഛൻ അത്യാവശ്യം പേടിപ്പിച്ചു. അത് ഭീകര പേടിപ്പിക്കലായിപ്പോയി. എന്ന് വെച്ചാൽ അത് ശരിക്കും കൊണ്ടു ഉള്ളിൽ, അതായത് പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ വണ്ടി ഓടിക്കില്ല. എന്തായിരുന്നു പറഞ്ഞത്? അല്ല മൊത്തത്തിൽ, അതായത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്ന് നമ്മളെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിതൊക്കെ വളരെ കാര്യമായിട്ട് എടുത്തത്. ശരിയാണല്ലോ പറഞ്ഞത്. പക്ഷെ അച്ഛൻ വണ്ടി ഓടിക്കും, ഞാൻ വണ്ടി ഓടിക്കില്ല. അതുപോലെ സ്വിമ്മിങ് പഠിക്കണം, ഞാനതിന് വേറെ എന്തെങ്കിലും റീസൺ കണ്ടുപിടിക്കും. അത് ഇന്നല്ല, നമുക്ക് മറ്റന്നാൾ അത് ഇതാക്കിയിട്ട് പിന്നെ ട്രെയിനറിനെ വിളിച്ചിട്ട് അതുപോലെ യൂട്യൂബിൽ കുറച്ച് കോഴ്സസ് പഠിച്ചിരിക്കണം. അല്ല പഠിച്ചിട്ടുണ്ട്. ഞാൻ 10th സ്റ്റാൻഡേർഡിൽ അതിന് തന്നെ പഠിക്കാൻ വേണ്ടി, അതായത് 10th സ്റ്റാൻഡേർഡ് എക്സാംസ് കഴിഞ്ഞപ്പോൾ ഞാൻ സ്വിമ്മിങ് ക്ലാസ്സസിന് പോയി പഠിച്ചു.
പിന്നെ ഞാൻ സ്വിം ചെയ്തില്ല. അപ്പൊ എനിക്കിപ്പോ ഉറപ്പില്ല എനിക്ക് സ്വിം ചെയ്യാൻ അറിയോ ഇല്ലയോ. Once പഠിച്ചതാണെങ്കിൽ വെള്ളത്തിലിട്ടാണ് അതാണ് ഇനി എന്നെ ആരെങ്കിലും പിടിച്ചിരുന്നു. അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞാനൊക്കെ അതൊക്കെ ശ്രമിച്ചു. 2026 ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, സ്വിമ്മിങ്, അതായത് സുഖമായിട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് നീന്തിക്കൊണ്ടിരിക്കണം. ഡ്രൈവിങ് ഞാൻ വേണ്ടെന്ന് വെച്ചു. ബിക്കോസ് വേണ്ട, എൻ്റെ ഹസ്ബൻഡിന് ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുള്ളി ഡ്രൈവ് ചെയ്തോട്ടെ, അല്ലാത്ത സമയത്ത് നമുക്ക് ഊബറും ഡ്രൈവറും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവാം. അപ്പോൾ അത് വിട്ടു, അത് ക്യാൻസൽ ചെയ്തു. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ ഡയറക്ടോറിയൽ. ഞാൻ ജീത്തു സാറിനെ വിളിച്ചിട്ട് കുറച്ച് ടിപ്സ് ഒക്കെ ചോദിക്കാം. പിന്നെ ഇത് വേണോ വേണ്ടോ എന്ന് ചോദിക്കാം. ആദ്യം സ്ക്രിപ്റ്റ് കാണിച്ചിട്ട് ആൾ തന്നെ ചിലപ്പോൾ കണ്ടിട്ട് ആക്ച്വലി ഇത് വേണ്ട, സിനിമ ആക്കണ്ടെന്ന് പറഞ്ഞ അങ്ങനെ. ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കാറുണ്ടോ? ന്യൂ ഇയർ റെസൊല്യൂഷൻ പിന്നെ എന്തോരം കുറെ കൂടുതലും ഇതിലാണ് നമ്മൾ വണ്ണം കുറയ്ക്കുന്നതിൻ്റെ ആയിരുന്നു. ഇപ്പൊ റെസൊല്യൂഷനിൽ പോയിക്കൊണ്ടിരിക്കുക. എത്ര നാൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തില്ല സംശയം. അതിന് സാർ ഞാൻ സാറിന് അതിന്റെ ടിപ്സ് തരാം. എനിക്ക് ആ സിനിമ ഞാൻ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് സാർ പറഞ്ഞു. ഡയറക്ടോറിയൽ എന്നുള്ളത് ഞാനല്ല തീരുമാനിക്കുന്നത്. അല്ലല്ല, ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എന്റെ ഒപ്പീനിയൻ പറയാം. അല്ലേ? അതോണായി. ഞാൻ മറ്റേ ഞാൻ പറഞ്ഞു കൊടുത്തു. അല്ല ശരിക്കും അല്ലേ? അല്ല ശരിക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ ഇന്റർവ്യൂല് സാറിന്റെ ചിയാങ് സജഷൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അതൊക്കെ ഡയറ്റിലാണ് ഇപ്പോൾ? എൻ്റെ ഡയറ്റ് എന്ന് പറയുന്നത് ഞാനൊരു കാര്യം മനസ്സിലാക്കി. നമ്മൾ ഈ പല പുറത്തുനിന്നുള്ള ഡയറ്റ്സുകളൊക്കെ എല്ലാം പരീക്ഷിച്ച് ഇതൊന്നും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കുറച്ച് കഴിയുമ്പോഴത്തേ എൻ്റെ കയ്യിൽ നിന്ന് പോവുക. ആൻഡ് ഐ ഹാവ് ഡിസൈൻഡ് മൈ ഓൺ ദിസ് തിങ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അത് ത്രൂ ഔട്ട് ഇത് സാറ്റിസ്ഫൈ ചെയ്താൽ പോകുന്നത്. എനിക്കിത് ഇപ്പോൾ സെറ്റായി. പക്ഷേ ഇതിൻ്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എക്സസൈസാണ്. അത് മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഒരു 6 to 8 kilometers, ചില ദിവസം 6 ആയിരിക്കും, ചിലപ്പോൾ 8 kilometers ആയിരിക്കും. അത് നടക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഇന്നത് ബ്രേക്കായി, ഇന്നലെ ഞാൻ നടന്നിട്ടാണ് വന്നത്. പക്ഷേ എൻ്റെ ഡയറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇളയ മോള് കെറ്റീനെ ഇടയ്ക്ക് ഒന്ന് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്. നമ്മൾ 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് കുറയ്ക്കാൻ ശ്രമിക്കുന്നതിനേക്കാളും ഒരു ലൈഫ് സ്റ്റൈൽ സെറ്റ് ചെയ്തൊരു 1.5 വർഷം കൊണ്ടൊക്കെ നമ്മളൊരു 5 കിലോ കുറച്ചാൽ 4 കിലോ കുറച്ചാൽ അത് പെട്ടെന്ന് തിരിച്ചു കയറില്ല. പക്ഷേ ഈ 1 മാസം കൊണ്ട് കുറയ്ക്കുന്നത് ഒന്ന് പാളിക്കഴിയുമ്പോൾ അതേപോലെ തിരിച്ചു കയറുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായി. പിന്നെ എൻ്റെ പ്രശ്നം എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. എനിക്ക് എൻ്റെ ഡിന്നർ മിസ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കണം. അത് കഴിച്ചില്ലെങ്കിൽ ഞാൻ ഇറിറ്റേറ്റഡ് ആകും. ഒരു ദിവസം ഓക്കെ, 2 ദിവസം ഓക്കെ, പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോകും. അപ്പം ഞാൻ എൻ്റേതായ രീതിയിൽ എനിക്കിഷ്ടമുള്ള ഒരു സാധനമാക്കി ഞാൻ എൻ്റെ ഡിന്നർ അത് ഒരു 6:37 അങ്ങാക്കി. അപ്പോൾ ഇപ്പോൾ ഈ മോർണിംഗും ലഞ്ചും ഒക്കെ ഞാൻ സാക്രിഫൈസ് ചെയ്യുമ്പോൾ എനിക്കൊരു ഭയങ്കര ഇതുണ്ട്. ഐ ആം ഗെറ്റിംഗ് ദാറ്റ് തിങ് ഇൻ ദ ഈവനിങ്. മനസ്സിലായോ? അപ്പോൾ ഇത് ഞാൻ സാക്രിഫൈസ് ചെയ്ത് പോകാൻ റെഡിയാണ്. കാരണം എനിക്ക് വൈകുന്നേരം അതിനൊരു ആശ്വാസമുണ്ട്, അല്ലെങ്കിൽ ഇതുണ്ട്. ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തപ്പം എൻ്റെ ഡയറ്റ് നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷേ അത് നന്നായിട്ട് വന്നതാണ് ക്രിസ്മസും ന്യൂ ഇയറും വന്നങ്ങ് നശിപ്പിച്ച് കളഞ്ഞു. ഫാമിലി ഗെറ്റ് ടുഗദർ, ഫ്രണ്ട്സ് ഗെറ്റ് ടുഗദർ, അങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞൊരു ജാനുവരി ഫസ്റ്റ് വീക്ക് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയത്. ഇപ്പം ഞാൻ വീണ്ടും ട്രാക്കിലായി. ഞാൻ ഇനി അതൊന്ന് ആഞ്ഞു പിടിക്കാൻ നോക്കുകയാണ്. പക്ഷേ വിൽ പവറിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ടിപ്സ് പറഞ്ഞുതരാം. നോ, വിൽ പവറേ യൂസ് ചെയ്യരുത്. ഇഫ് യു ആർ ഹാവിങ് ടു യൂസ് വിൽ പവർ, യു ആർ ഓൺ ദ റോങ് ട്രാക്ക്. അത് ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞുതരില്ല. സാറിനോട് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഫീഡ്ബാക്കിൻ്റെ എക്സ്ചേഞ്ച് ആയിട്ട് ഞാൻ ഇത് പറഞ്ഞു കൊടുക്കും. ഇവരുടെ ഡയറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഒരാളത് 2 പ്രാവശ്യം ഫുൾ ഡയറ്റ് റിവേഴ്സ് ചെയ്തിട്ടുള്ള ഇപ്പോഴും ഡയറ്റ് ഫോളോ ഡയറ്റൊന്നുമില്ല. ഡയറ്റ് ചെയ്യണത് ഞാൻ മറ്റേ അടിജീവിതത്തിന്റെ സമയത്ത് മെലിയാനും തടിക്കാനും ഒക്കെ ആയിട്ട്. തടിക്കാൻ പിന്നെ എനിക്ക് ഒരു വിഷമം. ഞാൻ ചുമ്മാ മറ്റേ ബുഫയില്ലേ അതിന്റെ ഇടയിൽ കൂടെ നടന്നാൽ മതി. ഭയങ്കര ഫുഡി ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ജിത്തു ജോസഫ് സെറ്റ് എന്ന് പറയുമ്പോൾ ഈ പക്ക കോമഡി സിനിമകളും ചെയ്തിട്ടുണ്ട്, ത്രില്ലർ സിനിമകളും ചെയ്തിട്ടുണ്ട്. ആ വൈബ് സെറ്റിൽ റിഫ്ലക്ട് ചെയ്യൂ? അത്യാവശ്യം. അതായത് ത്രില്ലർ സിനിമ ചെയ്യുമ്പോഴും ഭയങ്കര കോമഡി സിനിമ ചെയ്യുമ്പോഴും ആ വൈബ് ശരിക്കും അത് മൊത്തത്തിൽ സെറ്റിനെ ബാധിക്കും. ഞങ്ങൾക്ക് അറിയാവുന്ന കറക്റ്റായിട്ട് ഇന്നലെ ലെന പറയുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഡിഫറൻസ് ആണ്. നുണക്കുഴി ചെയ്യുമ്പോ സെറ്റ് മുഴുവൻ ആ ഒരു വൈബിലാണ്. ബിക്കോസ് എല്ലാവരും ആ ഒരു വൈബിലായിരിക്കും. പക്ഷെ അതില് ഫൺ ചെയ്യാത്തത് ചേച്ചി മാത്രല്ലേ ഉള്ളൂ.
ഞാനും പക്ഷെ ഫണ്ണിയാണ് എന്ന് വെച്ചാൽ ഒരു എക്സ്ട്രീം ക്യാരക്ടറാണ്, കുറച്ച് ഓവറാണ്. അല്ല അതിനകത്ത് ഈ വാവേ വാവേ വിളിച്ചുകൊണ്ട് നടക്കുന്നത് ബേസിലുമായിട്ട് വഴക്കുണ്ടാക്കുന്ന സീൻ സീരിയസ് ആണെങ്കിലും അതിനകത്തൊരു ഫൺ എലമെന്റ് ആണ്. സീരിയസ് ആണെങ്കിലും നമുക്ക് ആർക്കും സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ആ അമ്മയെ സീരിയസ് ആയിട്ട് എടുക്കില്ല, ബേസിലിനെ സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് ആക്ച്വലി കൂടുതൽ ഡിഫിക്കൾട്ട്. നമ്മൾ വളരെ സീരിയസ് ആണ്, പക്ഷെ ആക്ച്വലി നമുക്ക് ഉള്ളിൽ ചിരി വരുന്നുണ്ട് എല്ലാ കാര്യത്തിലും. അപ്പോൾ അതെല്ലായിടത്തും ഉണ്ടാവും, മൊത്തം സെറ്റില് അത് ഒരു വൈബായിരിക്കും. അപ്പൊ ഞാൻ സാറിന്റെ സെറ്റ്സിൽ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ആദ്യം ചെയ്യുമ്പോ എല്ലാവരും കുറച്ച് ഒരു ടെൻഷനിലാണ്, ബിക്കോസ് ഭയങ്കര ടെൻഷൻ ഫിൽഡ് മൂവിയാണ്. ആദ്യമാണല്ലോ, എല്ലാവർക്കും ഒരു ചെറിയ ആദ്യം ഉണ്ടായിരുന്നു, എനിക്ക് കുറച്ചധികം ആദ്യം ഉണ്ടായിരുന്നു. എല്ലാവർക്കും വേണ്ടി ഞാൻ ആദ്യം കൊള്ളണം എന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ കുറച്ച് പല സ്ഥലത്തും നല്ല ഓവറായിരുന്നു ഞാൻ ആദ്യം കൂടിയിട്ട്. അപ്പോൾ അതെന്താ വെച്ചാല് ആ സെറ്റ് വളരെ ഡിഫറെൻ്റാണ്. എല്ലാ സിനിമകളിലും അങ്ങനെയല്ല. സാറിൻ്റെ മൂവീസിൽ എൻറ്റയർ സെറ്റ് ഒരു ടീമായിട്ട് അങ്ങ് ബിൽഡ് ആവും. അപ്പൊ ചിലപ്പോൾ ഹൈ എനർജി ആയിരിക്കും. അതിൽ അത് ഉൾക്കൊള്ളാൻ നമ്മൾ പഠിക്കണം. അതൊരു പ്രത്യേക നാക്കാണ്. ഇപ്പോൾ ദൃശ്യം 3 വരാൻ പോവാ ഏപ്രിലിൽ. സോ എന്താ അതിൻ്റെ ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ? അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഡബ്ബിങ് മ്യൂസിക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 2 ഇറക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. അതിനെക്കുറിച്ച് എന്താ പറയുക, ഫസ്റ്റും പോലെ ആയിരുന്നില്ല സെക്കൻഡ്, ഫസ്റ്റും സെക്കൻഡും പോലെയല്ല തേർഡ്. ദൃശ്യം 3 കുറച്ചുകൂടെ ഫാമിലിയും ഇമോഷനും കയറി അങ്ങനെ ഇനി വേറൊരു ആംഗിളിൽ ഞാനത് ആംഗിളിൽ നിന്നാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. പോസ്റ്റർ ഡീകോഡിംഗ് ഒക്കെ ശ്രദ്ധിച്ചോ? എനിക്കറിയാം ഇപ്പം ഇതിൻ്റെയും കുറേ ഡീകോഡ് ഈ വലതുവശത്തെക്കാളിനകത്തുണ്ട് ചാവപ്പട്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്ന് ഞാൻ ഇതൊക്കെ ഇവർ തന്നെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഈ ദൃശ്യത്തിനകത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഫസ്റ്റിലെയും സെക്കൻഡിലെയും പോലത്തെ ഭയങ്കരമായ കളികളും ഭയങ്കരമായ ഇതും പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ചിലപ്പോൾ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും. ആ ഫാമിലിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും കാരണം പിള്ളേരുടെയൊക്കെ പ്രായം മാറി. റാണിയുടെ പക്വത ആയി, അല്ലെങ്കിൽ ജോർജ് കുട്ടിക്ക് കുറച്ചുകൂടെ ഇതായി. ജോർജ് കുട്ടിയുടെ ആംഗിളിൽ നിന്നൂടെയാണ് ഇപ്പം നിൽക്കുന്നത്, അല്ലെങ്കിൽ ജോർജ് കുട്ടിയുടെ ഒരു ഇൻസെക്യൂരിറ്റിയിലൊക്കെയാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആ ഫാമിലിയുടെ തന്നെ വേറൊരു ചെറിയൊരു ആംഗിളിൽ നിന്നിട്ട് വർക്ക് ചെയ്യുന്ന നിങ്ങളിടയ്ക്ക് അപ്ഡേറ്റ് ഒക്കെ ചോദിക്കൂ ഷൂട്ടിൻ്റെ ഇടയിലൊക്കെ? എന്തിൻ്റെ? ദൃശ്യം 3 എവിടെ അതിനുള്ള ധൈര്യമൊന്നുമില്ല. ചമ്മണോ വെറുതെ ചോദിച്ചിട്ട്? നമ്മൾ സീക്രട്ടിലി ആലോചിക്കുന്ന എങ്ങനെ നമ്മളെ കാസ്റ്റ് ചെയ്യോ, ഏതെങ്കിലും റോൾ ഉണ്ടാവുമോ എന്നൊക്കെ മാത്രമേ ചിന്തിക്കുള്ളൂ. അല്ലാതെ ദൃശ്യം 3ന്റെ ഇൻസൈഡ് ഇൻഫർമേഷൻ ചോദിക്കാൻ പോയാൽ ഇവര് ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ദൃശ്യം 3. എനിക്ക് നമ്മുടെ വലതുവശത്തെ കള്ളന്റെ ചെറിയ കറക്ഷൻ ഉണ്ടായിരുന്നു, എന്നാ പോലും നമ്മളെ അകത്തേക്ക് കയറ്റൂല. എന്നോട് അത് കഴിഞ്ഞിട്ട് പോയിട്ട് അപ്പുറത്തെ ദൃശ്യം ആ പരിസരത്തേക്ക് അല്ല, ഞങ്ങള് പ്രൊഫഷണൽസ് ആണ്, ഞങ്ങളത് ചോദിക്കുന്നത് ശരിയല്ല. പിന്നെ ഞങ്ങൾക്കും ഇത് തിയേറ്ററിൽ പോയിട്ട് അതിന്റെ ഫ്രഷ്നെസ് ആസ്വദിക്കണം. എന്തിനാ നമ്മള് സ്പോയിലർ ആക്കണേ? ഞങ്ങള് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സാറിന് മാത്രം ആ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, പാവം. ഈ ജോജു ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു ഷൂട്ടിൻ്റെ ഇടയ്ക്ക്, ഇത് ശരിക്കും എന്താണ് ഇനി ദൃശ്യം 3 പറയാനുള്ളത്? ആസിഫ് ചോദിക്കുന്നത്, കാരണം ആസിഫിൻ്റെ ആ മുരാഷിൻ്റെയൊക്കെ സമയത്തായിരുന്നു എൻ്റെ സ്ക്രീൻ പ്ലേ ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ചേട്ടാ ഇത് ഇനി എങ്ങോട്ടാണ് പോകുന്നത്? എല്ലാവർക്കും ഭയങ്കര ക്യൂരിയസാണ്. ഞാൻ ഈയിടെ എവിടെയോ ഒരു ഇതിന് പോയൊരു ഹോസ്പിറ്റലിൻ്റെ രാജേരി ഹോസ്പിറ്റലിൽ ഞാൻ കയറി ചെന്നപ്പം അവിടെ എൻ്റെ ഒരു ഡയറക്ടർ അച്ഛനുണ്ട്. അച്ഛൻ വന്ന് വർത്താനം ഇതാണ്. അപ്പോൾ എന്നിട്ട് ചോദിച്ചു ദൃശ്യം 3 എന്നാ വരുന്നത്? അപ്പോൾ ഞാനങ്ങനെ ഒത്തിരി സിനിമയൊന്നും കാണാറില്ല, പക്ഷെ ദൃശ്യമെല്ലാം കണ്ടിട്ടുണ്ട്, 3 എന്നിറങ്ങും എന്ന് പറഞ്ഞു അച്ഛൻ. അപ്പം അത് കഴിഞ്ഞിട്ട് അവിടെ സ്റ്റേജ് ചെയ്യുന്ന ഞാനിത് ഇതിനെക്കുറിച്ച് എൻ്റെ ചെറിയൊരു പ്രസംഗവും കാര്യവും നടന്നു. ഇപ്പോൾ താഴെ നിന്ന് എന്തോ ഞാൻ ഇവിടെ വന്നപ്പോൾ എല്ലാവർക്കും ചോദിക്കാനുള്ളത് ദൃശ്യം 3യെക്കുറിച്ച് ഇങ്ങനെയാണെന്ന് ചോദിച്ചു. പെട്ടെന്ന് താഴെ എന്നാ അതിൻ്റെ റിലീസ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ എവിടെ ചെന്നാലും അപ്പം ആൾക്കാർ അതുപോലെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഒരു നമുക്കൊരു ബാഗേജാണ്. അതിപ്പോൾ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായോ? അപ്പോൾ നോക്കാം. തെലുങ്കിൻ്റെ കാര്യത്തിന് ഇപ്പോൾ തീരുമാനമായിട്ടില്ല. ഹിന്ദി ഒക്ടോബർ 2 റിലീസ് ചെയ്യും, അവരുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ കൊല്ലത്തെ ഫസ്റ്റ് ജിത്തു ജോസഫ് സിനിമയാണ് വലതുവശത്തെ കള്ളൻ. അപ്പോൾ നമുക്കറിയാം എങ്ങനെ വന്നാലും
ഇതൊരു നല്ല സിനിമാറ്റിക് എക്സ്പീരിയൻസ് സമ്മാനിക്കാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ എല്ലാവിധ ആശംസകളും. നിങ്ങളുടെ കരിയറിൽ വലതുവശത്തെ കള്ളൻ ഒരു വലിയ മൈൽ സ്റ്റോൺ സിനിമ ആയിരിക്കട്ടെ. താങ്ക് യു ഫോർ ദ ടൈം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.